റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓട്ടോകാഡ് എക്സൽ ഫയല് അതെങ്ങനെ മോഡിഫൈ ചെയ്യുക, അതെങ്ങനെ വർക്കിംഗ് ഫയൽ അപ്ഡേഷൻ നടക്കുന്നു, കോർഡിനേറ്റ്സ് എങ്ങനെ കൊടുക്കാം, ഡയമെൻഷന്, പ്ലോട്ട് ഷീറ്റ് 1:100 1:50 അത് ഒരേ ഡ്രോയിങ് തന്നെ എങ്ങനെ വരുത്തും നോക്കാം, ലെയർ പ്ലോട്ട് ഷീറ്റിൽ എങ്ങനെ ലെയർ ഓണും ഓഫ് ചെയ്യാം. ഇതിനു മുമ്പ് ചെയ്ത ഡ്രോയിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്നും പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. എക്സൽ ഫയൽ ഇതിനു മുമ്പേ ചെയ്തു വെച്ച ഒരു ഫയലുണ്ട്, എക്സൽ ഫയൽ. ഓക്കെ, ഇത് നമ്മൾ ഒരു ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുവാന്ന് വിചാരിക്കുക. ഓക്കെ, വാൾ തിക്നെസ് ഒരു ലൈൻ ആഡ് ചെയ്തു. ഇത് വേറൊരു ലെയറിൽ ചെയ്യാം. ലെയർ പുതിയ ലെയർ, വാൾ, ഈ ലെയറിലോട്ട് ഇട്ടു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വർക്കിംഗ് ഫയലിലോട്ട് വരുന്നു. ഫ്ലോർ പ്ലാൻ ഇവിടെ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്, റീലോഡ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടെങ്കിൽ ഇത് കാണണമെങ്കിൽ ലെയർ വരിക, ഇറ്റ്സെൽഫ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ. ഇത് വേണ്ടെങ്കിൽ അവിടേക്ക് ഓഫ് ചെയ്യുക, അതവിടെ പോയി. ഇപ്പം വരച്ചത് പോയി. വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് ഓണാക്കുക. ഓക്കെ, നമുക്കത് ഇതെങ്ങനെ അടുത്തത് കോർഡിനേറ്റ്സ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ലെയർ, പുതിയ ലെയർ ഉണ്ടാക്കുക. ഓക്കെ, പുതിയ ലെയർ കോർഡിനേറ്റ്സ് റീനെയിം ചെയ്യുക. CD എന്ന കമൻറ്റ് ചെയ്യുക, പിക്ക് പോയിന്റ്. ഓക്കെ, ഇതാണ് ലെയറിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇതിലാണ് കോർഡിനേറ്റ്സ് കൊടുക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടി APP കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലോട്ട് വരും. ആർക്കെങ്കിലും ഈ കോർഡിനേറ്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് എവിടെ CD. ഓക്കെ, ഇങ്ങനെ കോർഡിനേറ്റ്സ് ഇങ്ങനെ കൊടുക്കാം, ഡയമെൻഷൻ കൊടുക്കാം. അതിൽ കൊടുക്കുക ഡയമെൻഷൻ. ഓക്കെ, ഇത് അങ്ങനെ ഷീറ്റിലോട്ട് വരുത്തുന്നത്. ഇത് ഷീറ്റ്. ഓക്കെ, കോർഡിനേറ്റ്സ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി കോർഡിനേറ്റ്സ് ഈ ലേഔട്ടിൽ കാണണ്ട എന്നുള്ളെങ്കിൽ വേണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് ഓഫ് ചെയ്യുക. കോർഡിനേറ്റ്സ് എവിടെ നിന്ന് പോയി, പക്ഷെ നമ്മുടെ മോഡൽ ഉണ്ട്, മോഡലിൽ നിന്ന് മാറിയിട്ടില്ല. ഓക്കെ, എവിടെ വീണ്ടും വേണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത്
1:100, ഇത് 1:50. ഇനി 1:50 മാത്രം ഇത് കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്യാം. ഇത് ഇതിൽ നിന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, 1:100 കോർഡിനേറ്റ്സ് കാണുന്നില്ല, 1:50 കോർഡിനേറ്റ്സ് കാണാനും പറ്റും. ഓക്കെ, മോഡിൽ കോർഡിനേറ്റ്സ് അവിടെ ഉണ്ട്. നമുക്ക് ഒരേ ലേഔട്ടേ ഉള്ളൂ. ആ ലേഔട്ട് തന്നെയാണ് നമ്മൾ 1:100 1:50 ആക്കിയത്. ഓക്കെ, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. സർക്കിൾ സേവ് ചെയ്യുക. ഇവിടെ ലോഡ് കൊടുക്കുക. സർക്കിൾ വന്നു. ഇങ്ങനെയാണ് എക്സൽ ഫയൽ. എന്നിട്ട് ഇത് ഓക്കെ കൊടുക്കണം. ഇങ്ങനെയാണ് എക്സൽ ഫയൽ ലെയർ ഓണും ഓഫും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഡ്രോയിങ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.